ഹായ്, വെൽക്കം ബാക്ക് ടു ഫാം ബോയ് അഡ്വഞ്ചർ. ഞാനിവിടെ കുറച്ച് റേസ്ഡ് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്നും എന്തിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നും നോക്കാം. പല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിൽ വീടിനോട് ചേർന്നുള്ള വെജിറ്റബിൾ ഗാർഡൻ ഈ രീതിയിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. റേസ്ഡ് ബെഡ് മെത്തേഡിൽ ആദ്യം തറനിരപ്പിൽ നിന്നും ബെഡ് ഫ്രെയിം പോലെ ഉയർത്തി അതിൽ മണ്ണും വളങ്ങളും ചേർത്താണ് കൃഷി ചെയ്യുന്നത്. അവരിതിനായി കൂടുതലായി ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ പലകളാണ്. അവിടെ ഒരുപാട് ആളുകൾ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത് കാരണം എളുപ്പത്തിൽ വാൾമാർട്ട് പോലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ചെതലിരിക്കാത്ത ചിലവ് കുറഞ്ഞ പലകകൾ വാങ്ങാൻ കിട്ടും. ആ രീതി ഇവിടെ ചെയ്യുമ്പോൾ 2-3 പ്രശ്നങ്ങളാണുള്ളത്. ചെതലും അതുപോലെ മരത്തിൻ്റെ അവൈലബിലിറ്റിയും അതിന് വരുന്ന കോസ്റ്റും. നമ്മുടെ നാട്ടിൽ ചെതൽ ശല്യം വളരെ കൂടുതലാണ്. ചെതലരിക്കാത്ത മരപ്പലകൾ കിട്ടാനും വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് തീരുമാനിച്ചത്. അതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് സ്ലാബുകളാണ്. മതിൽ ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞാണ് ഈ രീതിയിൽ ചെയ്തത്. ഈ ഒരു റേസ്ഡ് ബെഡിൻ്റെ നീളം 20 അടിയും വീതി 5 അടിയും ഉയരം 20 ഇഞ്ചുമാണ്. ഈ ഒരു സ്ലാബ് ഏകദേശം 5 അടി വീതിയിലാണ് വരുന്നത്, ഉയരം 20 ഇഞ്ചും. ഒരു റേസ്ഡ് ബെഡിൻ്റെ നീളത്തിന് 4 സ്ലാബും വീതിക്കായി 1 സ്ലാബും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാലുകൾ സ്ലാബിൻ്റെ ഉയരത്തിനനുസരിച്ച് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതായത് 20 ഇഞ്ച് ഉയരമുള്ള ഒരു മതിൽ പോലെ. സാധാരണ റേസ്ഡ് ബെഡിൻ്റെ വീതി അവർ റെക്കമെൻഡ് ചെയ്യുന്നത് 4 അടിയാണ്. 2 ഭാഗത്തു നിന്നും ചെടികൾക്ക് വളമിടാനും പരിപാലിക്കാനും ഹാർവെസ്റ്റ് ചെയ്യാനും എളുപ്പത്തിനാണ് ഈ ഒരു അളവ് പറയുന്നത്. ഞാനിവിടെ 4 അടിക്ക് പകരം 5 അടിയാണ് കൊടുത്തത്. അതിന് കാരണം ഈ സ്ലാബിൻ്റെ വീതി 5 അടി ആയിട്ടാണ് വരുന്നത്. അത് 4 ആക്കണമെങ്കിൽ 1 അടി കട്ട് ചെയ്ത് മാറ്റണം. അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ലാബ് വേസ്റ്റായി പോകാനുള്ള സാധ്യതയും അതുപോലെ ലേബർ ചാർജും അത് ചെയ്യാനുള്ള സമയവും കൂടും. ആ അധിക ചിലവ് ഒഴിവാക്കാനായിട്ടാണ് 5 അടി മതിയെന്ന് തീരുമാനിച്ചത്. 5 അടി ആണെങ്കിലും അധികം ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ കൃഷി ചെയ്യുന്നത് മഴക്കാലത്ത് തടം വെട്ടി മൺകൂനകളാക്കി അതിൻ്റെ മേലെയാണല്ലോ ചെടികൾ വെക്കാറ്. അതുപോലെ വേനലിൽ കുഴികളിറക്കി അതിനകത്താണ് വെക്കുന്നത്. ഞാൻ കുറച്ച് വർഷങ്ങളായി ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതലായി എനിക്ക് വരുന്ന പ്രശ്നം മഴക്കാലത്ത് മണ്ണിലുള്ള വളം അത് മേൽമണ്ണും ഒലിച്ചു പോകും. അതുപോലെ വേനൽക്കാലത്ത് മണ്ണ് ഉറച്ചു പോകും. പിന്നെയുള്ളൊരു സൊല്യൂഷൻ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഗ്രോ ബാഗിൻ്റെ അടിവശം കവേർഡായതുകൊണ്ട് വേനലിൽ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. കാരണം ബാഗിൽ കൊള്ളുന്ന മണ്ണല്ലേ അതിലുണ്ടാവുള്ളൂ. അതുപോലെ മഴക്കാലത്ത് ബാഗിനടിയിലുള്ള ഹോൾസ് അടഞ്ഞ് വെള്ളം കെട്ടി നിൽക്കാനും സാധ്യതയുണ്ട്. ഗ്രോ ബാഗിൽ താഴെ മണ്ണുമായി സമ്പർക്കമില്ലാത്തതുകൊണ്ട് നാച്ചുറൽ ഫാമിംഗ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ബാഗിൽ മണ്ണിരണ്ടെങ്കിലും അതിന് ഭൂമിയിലെ മണ്ണിൽ നിന്നും ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ ചെടിയുടെ വേരിലെത്തിക്കാനൊന്നും കഴിയില്ല. റേസ്ഡ് ബെഡ് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതിലുള്ള മണ്ണും വളവും ബെഡിൻ്റെ വെളിയിലേക്ക് പോവില്ല. മണ്ണും വളവും താഴെ കവേർഡ് അല്ലാത്തതുകൊണ്ട് താഴെയുള്ള മണ്ണുമായി ചേർന്ന് കൂടുതൽ വളക്കമുള്ള മണ്ണായിട്ട് മാറും. മണ്ണിരകൾ ഭൂമിക്ക് അടിയിൽ നിന്നുള്ള മൂലകങ്ങളടങ്ങിയ മണ്ണ് മേൽമണ്ണിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ചെടികളുടെ വളർച്ചയും അതുപോലെ അതിലുണ്ടാകുന്ന പച്ചക്കറിയുടെ ഗുണവും കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെടികൾക്ക് വളർച്ച ഉണ്ടാകുന്നതും നന്നായി വളരുന്നതും ഇളക്കമുള്ള ഓർഗാനിക് കണ്ടൻറ്റ് കൂടുതലുള്ള അതുപോലെ വേരോടാൻ എളുപ്പമുള്ള മണ്ണിലാണല്ലോ. റേസ്ഡ് ബെഡ് ചെയ്യുന്ന സമയത്ത് മണ്ണുമായി ഇലകളുടെ പൊടിയും ചാണകവും വളങ്ങളും മറ്റും മിക്സ് ചെയ്യുന്നതുകൊണ്ട് മണ്ണ് ഡ്രൈ ആവാതെ വേരോടാൻ എളുപ്പമുള്ള സോഫ്റ്റായിട്ടുള്ള മണ്ണായിരിക്കും അതിലുണ്ടാവുക. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം സൈഡിലൂടെ ചെറുതായി പോകുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വേറൊരു ഗുണമുള്ളത് റേസ്ഡ് ബെഡ് ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾ ഗാർഡൻ ഓർഗനൈസ്ഡ് ആയിട്ടും ക്ലീനായും വെക്കാൻ എളുപ്പമാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ ഇതിനിടയിലൂടെ നടക്കാനും ചെടികളെ പരിപാലിക്കാനും പറ്റും. സ്ലാബ് ഉപയോഗിച്ചുള്ള റേസ്ഡ് ബെഡ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു പരീക്ഷണമാണല്ലോ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് ആരെങ്കിലും റേസ്ഡ് ബെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 6 മാസത്തിനുള്ളിൽ മഴയും വെയിലും കൊണ്ട് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അത് കണ്ട ശേഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫാമിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പോൾ ആയിട്ടുള്ളൂ. സസ്റ്റൈനബിളായ സെൽഫ് സഫിഷ്യൻ്റായ അതായത് സ്വയം പര്യാപ്തമായ ഒരു ഫുഡ് ഫോറസ്റ്റാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ആദ്യം ചെടി വളരാനുള്ള അനുകൂലമായ മണ്ണുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനായിട്ടാണ് ഈ ഒരു രീതി ഇവിടെ ചെയ്തത്. ഇനി ഇവിടെ നിൽക്കുന്ന പുല്ല് വെട്ടി ബാക്കിയുള്ള 3 റേസ്ഡ് ബെഡ് നിറയ്ക്കണം. അതിലൂടെ നല്ല വളക്കൂറുള്ള മണ്ണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ബൈ.